ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറുമ്പി കല്യാണി. അപ്പോൾ ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു ട്രാവൽ വ്ളോഗ്, അതും ഒരു സ്പെഷ്യൽ ട്രിപ്പാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് വാദി ഷീസ് നാച്ചുറൽ ട്രെയിൽ. ശരിക്കും നമ്മൾ കണ്ടല്ലോ, അപ്പോൾ യാത്രയുടെ ഇടയിൽ നമ്മൾ കണ്ടു ഖൂർഫഖാൻ വഴി വരുന്ന ആ മലകളുടെ അടിയിൽ കൂടെ ഒക്കെയാണ് നമ്മളിങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഒരു ഓൾ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ. പണ്ട് കാലത്തെ വില്ലേജ് നമുക്ക് കാണാം. നമുക്ക് കൂടുതൽ കാഴ്ചകളിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഞാനിങ്ങോട്ട് കയറുക. കണ്ടോ, ഈ വേനൽക്കാലത്തും വെള്ളം ചെറുതായിട്ട് ചെറിയൊരു നീരരുവി പോലൊക്കെ ഉണ്ട്.
നോക്കിയേ, ശരിക്കും അവിടെ നോക്കി വെള്ളം കണ്ടോ അവിടെ. ഈ വേനൽക്കാലത്തും ഇങ്ങനെ കാണാന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയകാല വില്ലേജ് ആണ് ഇത് ശരിക്കും. ഇതാ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിലും ഇവിടെ ഫസ്റ്റ് ടൈമാണ്. കണ്ടപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സൈലൻസും അതുപോലെ തന്നെ അധികം ചൂടില്ല. ഇവിടെ ഒന്നും വന്നപ്പോൾ ഒട്ടും ചൂടില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും ഭയങ്കര വ്യത്യസ്തമായിട്ട്. ഇതൊക്കെ നമ്മൾ UAE-ലാണെന്ന് പോലും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവില്ല. ആക്ച്വലി ഇത് കൂർഫക്കാൻ ഫിജറ ബേസ് ആണെങ്കിലും ഇവിടെ ഷാർജ അണ്ടറിലാണ് വരുന്നത്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ ഇത്രത്തോളം നടന്നു വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഇത്രയും നമ്മൾ തിരിച്ച് നടക്കണ്ടേന്ന്. വേണ്ട, നമുക്കുള്ള വഴി ഇതാ ഇതിലേ തന്നെയുണ്ട്. ഇതാ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് എക്സിറ്റ് കാണിച്ചിട്ടുള്ള ഇവിടെയാണ്. അങ്ങോട്ട് പോയി നോക്കണമെങ്കിൽ നോക്കാം. പക്ഷേ ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പഴയകാല വില്ലേജാണ്. അപ്പോൾ ആട്ടിടയന്മാരും പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഇവിടെ താമസിക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു ഏരിയയാണത്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത്. ഓക്കെ, ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇനിയും ഇതിലേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് റൗണ്ട് അടിച്ച് വീണ്ടും വരേണ്ടി വരും. അപ്പോൾ നമ്മളേതായാലും ഇത്രത്തോളം എത്തി. ഇനി നമുക്ക് എന്തായാലും കണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോവാം. കാണിച്ചു തരാം ഞാൻ. ഇതുപോലെ ഞാനും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനും ഇവിടെ തലയും കുത്തി വീടും, അത് വേറെ കാര്യം. ശരിക്കും ഇല്ലേ, നമ്മൾ എന്താ പറയുക, ഒരു നാടിൻ്റെ ഒരു ഫീൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ തിരിച്ചെത്താനുള്ള വഴി. അപ്പം നമ്മളങ്ങനെ നടന്ന് വന്നപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ വാഴക്കോലയുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പുറത്തെത്തി. യെസ്. അപ്പോൾ നമ്മുടെ പഴയകാല ഒരു വില്ലേജ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇനി വാട്ട്സ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താ, അതും ഒരു പിടുത്തമല്ല. ഒരു എന്താ പറയുക, അൺപ്ലാൻഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നെക്സ്റ്റ് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ എന്തായാലും ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ്, പക്ഷേ പറയാതിരിക്കാൻ വയ്യ, അതിമനോഹരമാണ്. UAE-ലുള്ള ആരായാലും ഇവിടെ ഒന്ന് എത്തിച്ചേരണം. വന്നിട്ടില്ല, വന്നവരുണ്ടായിരിക്കാം, പക്ഷേ ഇല്ലാത്തവർ എന്തായാലും ഇവിടെ ഒന്ന് എത്തിച്ചേരാം. കാരണം ശരിക്കും നമ്മളുടെ ഒരു നാടിൻ്റെ ഒരു ഫീൽ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ പോയ വഴിക്ക് ഈ ഷീസ് പാർക്ക് കണ്ടിരുന്നു. ഇനി നമ്മളിപ്പോൾ തിരിച്ചല്ലോ, ഓൾറെഡി ആണ് തിരിച്ചു. അപ്പോൾ ഏതായാലും ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് നോക്കാം. സീ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വർക്കിംഗ് ഡേ ആണ് ഇന്നിപ്പോൾ പറയുമ്പോൾ, എന്നിട്ട് പോലും ഇത്ര തിരക്കുണ്ട്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ആ ഒരു തിരക്കൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വാ, ഇതാണ് നമ്മുടെ എൻട്രി.
നമുക്ക് ഇങ്ങോട്ട് വരുന്നതിനൊരു എൻട്രി പാസ്സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്, അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടെ എനിക്ക് തോന്നുന്നു സ്റ്റെപ്പ് കയറി ഒരുവിധമായി. ഇതോടുകൂടെ ഞാൻ എൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ മറ്റൊരു വ്ളോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഞങ്ങൾ എന്തായാലും ഇന്നിവിടെ കുറച്ചുകൂടി ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.